റിപ്പോർട്ടുകൾ കൂടി നോക്കാം. മാമി തിരോധാന കേസിൽ ഡിജിപിക്ക് അതൃപ്തി. ഡിജിപി വിലക്കിയിട്ടും റിപ്പോർട്ടുകൾ എഡിജിപി വഴി അയച്ചു. SP ശശിധരനും കോഴിക്കോട് കമ്മീഷണറുമാണ് നിർദ്ദേശം അവഗണിച്ചത്. ഇരുവരോടും വിശദീകരണം തേടാൻ ഡിജിപി നിർദ്ദേശം നൽകി. വ്യവസായിയായിരുന്ന മാമിയുടെ തിരോധാന കേസിലാണ് ഡിജിപിയുടെ നിർണായക ഇടപെടൽ. നേരത്തെ തന്നെ ഡിജിപി കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ പുരോഗതി റിപ്പോർട്ടുകൾ അത് എഡിജിപി വഴി അയക്കരുതെന്ന നിർദ്ദേശം നൽകിയിരുന്നു. SP ശശിധരനും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കുമാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത്. DIG വഴിയോ IG വഴിയോ റിപ്പോർട്ടുകൾ പോലീസ് ആസ്ഥാനത്തേക്ക് അയക്കണം എന്നതായിരുന്നു നിർദ്ദേശം. എന്നാൽ ഈ നിർദ്ദേശം മറികടന്നുകൊണ്ട് രണ്ട് ഉദ്യോഗസ്ഥരും എഡിജിപിയുടെ കൈകളിലേക്ക് റിപ്പോർട്ടുകൾ അയച്ചിരുന്നു. ഇതാണ് ഇപ്പോൾ കൂടുതൽ നടപടികളിലേക്ക് പോകുന്നത്. PV അൻവർ മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് MR അജിത്കുമാറിന് ബന്ധമുണ്ട് എന്ന കാര്യം പറഞ്ഞിരുന്നു. ഗുരുതരമായ ആരോപണമാണ് PV അൻവർ ഉന്നയിച്ചത്. കള്ളക്കടത്ത് സംഘങ്ങളും അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായൊക്കെയും എഡിജിപിക്ക് ബന്ധമുണ്ട്, കൊലപാതകം നടത്തിയിട്ടുണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ PV അൻവർ ഉന്നയിച്ചിരുന്നു. മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് MR അജിത്കുമാറിന്റെ പേര് ആദ്യം മുതൽ തന്നെ PV അൻവർ പറയുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ PV അൻവർ ഡിജിപിക്ക് രേഖാമൂലം പരാതി നൽകുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഡിജിപി താൻ നേരത്തെ നൽകിയ നിർദ്ദേശം അത് എന്തുകൊണ്ട് മറികടന്നു എന്ന കാര്യത്തിൽ വിശദീകരണം തേടാൻ തീരുമാനിച്ചത്. വിവാദമുണ്ടായപ്പോഴാണ് ഇത്തരമൊരു നടപടിയെങ്കിലും ഡിജിപിയുടെ ഒരു ശ്രദ്ധ അത് നേരത്തെ തന്നെ ഈ കേസിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെ തന്നെ മാമിയുടെ കുടുംബം തിരോധാനവുമായി ബന്ധപ്പെട്ട് എഡിജിപി MR അജിത്കുമാറിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഒരുപക്ഷെ പല സംശയങ്ങൾ തോന്നിയതുകൊണ്ടാകണം എഡിജിപിയുടെ കൈകളിലേക്ക് റിപ്പോർട്ടുകൾ പോകരുത് എന്ന കാര്യം വളരെ മുൻപ് തന്നെ ഡിജിപി നിർദ്ദേശിച്ചത്. പക്ഷേ അത് ലംഘിക്കപ്പെട്ടു. ഇപ്പോൾ കൂടുതൽ വിവാദങ്ങൾ ഉയരുമ്പോൾ ഈ പരാതി വീണ്ടും ശക്തമായി ഉയർന്നു വരുമ്പോൾ താൻ നേരത്തെ നൽകിയ നിർദ്ദേശം എന്തുകൊണ്ട് ലംഘിക്കപ്പെട്ടു എന്ന കാര്യം ഡിജിപി പരിശോധിക്കുകയാണ്. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. കോഴിക്കോട് നഗരത്തിലെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ കാണാതായ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുകയാണ്. മാമിയുടെ രണ്ടാം ഭാര്യ റംലയുടെ മൊഴിയാണ് അന്വേഷണ സംഘം ഇന്ന് രേഖപ്പെടുത്തിയത്. റംലയുടെ ഫ്ളാറ്റിലെത്തിയായിരുന്നു മൊഴിയെടുപ്പ്. കാണാതാവുന്നതിന് ഏതാനും ദിവസം മുമ്പ് മാമി ദുബായിൽ പോയിരുന്നു. ഇതിനുശേഷം ചില അസ്വസ്ഥതകൾ പ്രകടമാക്കിയിരുന്നതായി റംല വ്യക്തമാക്കിയിരുന്നു.